പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു വലിയ പ്രചോദനമായിരുന്നു. അച്ഛൻ്റെ ഫോർമേഷനിലും കനിവിൽ വടക്ക പ്രാർത്ഥനയോ ഒരു വീട്ടിൽ പങ്കുവഹിച്ചു. അച്ഛൻ്റെ ദിവസങ്ങളൊക്കെ ഞങ്ങൾ എത്ര ഇൻവോൾവ് ആയിട്ടാണ് ആരാധനയിൽ പങ്കെടുത്തിരുന്നതെന്ന് പറയേണ്ട കാര്യം. എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഗതിയാണ് അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ആ സമയം സുവിശേഷത്തിലേക്ക് വന്നില്ല എന്നുള്ളൊരു കൺസേൺ എപ്പോഴും അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. അത് ഞാൻ ജീവനെ നൽകുന്നു തിരിച്ചെടുത്തിടുമ്പോൾ ജയമായി ഞാൻ പാടും എല്ലാം പിൻഹിതമല്ലോ. ജീവനെ നൽകുന്നു തിരിച്ചെടുത്തിടുമ്പോൾ ജയമായി ഞാൻ പാടും എല്ലാം പിൻഹിതമല്ലോ. അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. സെന്റ് പീറ്റേഴ്സ് മാർത്തോമ യുവജന സംഘം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ കൊയർ, സെന്റ് പീറ്റേഴ്സ് മാർത്തോമ സേവിക സംഘം, സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവക മിഷൻ, സെന്റ് പീറ്റേഴ്സ് YMC. ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയെ പ്രതികരിച്ച് ഇടവക സെക്രട്ടറി ശ്രീമതി ജോർജ് തോമസ് അനുശോചനം നൽകുന്നു. മന്ത്രി വിജയൻ വാസുദേവനും അതുപോലെ ചീഫ് വിപ്പ് ശ്രീ N. ജയരാജൻ അവരുടെ അനുശോചനം ആയുഷ്പ്പെടുത്തുകയും ഉണ്ടായിരുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാന്തരായ കുടുംബാംഗങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായി ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. മങ്ങാന സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ കന്നിക്കുഴി വടക്ക പ്രാർത്ഥനാ യോഗത്തിൽ കളത്തിപ്പടി മുല്ലശ്ശേരി കുടുംബത്തിൽ ബഹുമാനപ്പെട്ട പ്രിൻസ് വരാത്ത സിസ്റ്റർ 50 വയസ്സ് 2024 ഡിസംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച ചെന്നൈ രാമചന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ച് നിര്യാതനായി. കളത്തിപ്പടി മുല്ലശ്ശേരി UK നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ നന്മ അന്ന പ്രിൻസ്, ചെന്നൈയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നീലി മറിയം പ്രിൻസ് എന്നിവരാണ് അച്ഛൻ്റെ മക്കൾ. ഏക സഹോദരി സൂസൻ സന്തോഷ് കുടുംബവും ജോലി സംബന്ധമായി UK-യിൽ താമസിക്കുന്നു. നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ബഹുമാനപ്പെട്ട പ്രിൻസ് കോളേജിനെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ അച്ഛൻ ന്യൂമോണിയ പിടിപെടുകയും അതിനെ തുടർന്ന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയുമായിരുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പറ്റി സർവശക്തനായ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ ദൈവം നമ്മെ ഈ ലോകത്ത് നിന്ന് തിരികെ വിളിക്കുന്നു. ചെറിയ പ്രായം മുതൽക്കേ വൈദിക ശുശ്രൂഷയായിരുന്നു അച്ഛൻ്റെ ജീവിത ലക്ഷ്യം. കന്നിക്കുഴി സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യത്തിൽ നിന്നും ഒട്ടും പിന്മാറാതെ അന്നത്തെ ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ച സ്നേഹവും ശിക്ഷണവുമാണ് അച്ഛനെ സുവിശേഷ വേളയുമായി ബന്ധപ്പെടുത്തിയത്. വടാട്ടുപാറ, കൊയ്യുക, കുട്ടമ്പുഴ, മാമലക്കണ്ടം, പുന്നക്കാട്, ഗുർഗോൺ സെന്റ് തോമസ്, ഗുർഗാവ്, കാറൂച്ച്, അങ്കലേശ്വർ, കുവൈറ്റ്, ബംഗളൂരു ഹെബാൾ ദർശിനി എന്നിവിടങ്ങളിൽ ഇടവക വികാരിയായും ഡൽഹി ഗുഡ്ഗാവ് സെന്റ് ജോൺ സ്കൂൾ, സൂററ്റ്
സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പളായി അച്ഛൻ സേവനമനുഷ്ഠിച്ചിരുന്നു. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ മിഷണറിയായി ആദ്യം പ്രവർത്തിച്ചത് വടാട്ടുപാറയിലാണ്. വടാട്ടുപാറ മിഷൻ ഫീൽഡിൽ വളരെ വിലപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് ഇടവക അച്ഛനോടൊപ്പം ആ മിഷൻ പ്രവർത്തനം ഏറ്റെടുത്തു. കൂടാതെ കുട്ടമ്പുഴ, മാമലക്കണ്ടം, പഴപള്ളിച്ചാൽ, പുന്നക്കാട്, പൂയക്കുട്ടി എന്നീ മിഷൻ ഫീൽഡുകളിലും മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. അച്ഛൻ്റെ അതിമനോഹരവും പ്രാർത്ഥനാ നിർഭരവുമായ വിശുദ്ധ കുർബാന ശുശ്രൂഷ, ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ, സത്യസന്ധത, സമർപ്പണം തുടങ്ങിയവ പ്രശംസനീയവും യുവതലമുറയ്ക്ക് പ്രചോദനവുമാണ്. അനുഗ്രഹീതമായ ശബ്ദത്തിലൂടെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അച്ഛൻ സാധിച്ചു. ഇടവകയിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നെങ്കിലും സാധ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ഇടവകയിലേക്ക് ഓടിയെത്താറുണ്ട് എന്നുള്ളത് ഇടവകയ്ക്ക് എന്നും ഒരു അഭിമാനമായിരുന്നു. ഔദ്യോഗികമായ ജീവിതം മിഷൻ ഫീൽഡിൽ ആരംഭിച്ച് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ശേഷം 2023 മെയ് 1 മുതൽ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആവശ്യങ്ങളെല്ലാം സഭ അച്ഛനോട് ചേർന്ന് നിന്നു. അച്ഛൻ സ്നേഹിച്ചിരുന്നവരെല്ലാം അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. മെച്ചപ്പെടുത്ത തിരുമേനി മിക്കപ്പോഴും ഫോണിൽ ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തരികയും സഭയായിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണവും ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ഉറപ്പ് നൽകുകയും ചെയ്തു. ലോകത്തിന്റെ സകല വാസികളെ ഒന്നിച്ച് ചെറിക്കൊള്ളുകയും ബഹുമാനത്തോടെ മനുഷ്യൻ നിലനിൽക്കുന്നില്ല. അവൻ ആത്മാരുടെ നടന്നു പോകും. പ്രകാശത്തെ കാണുകയില്ല. മനുഷ്യർ വേറെ പോലെ നടക്കുന്ന സത്യം, അവൻ വ്യർത്ഥമായി സഞ്ചരിക്കുന്ന സത്യം, അവൻ സമ്പത്തുകളെ കൂടുന്നെങ്കിലും ആരും അവയെ ചേർത്ത് കൊള്ളുവാനറിയുന്നില്ല. നിന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പ്രവേശിച്ചിരിക്കുന്ന നിന്റെ കർത്തൃത്വത്തിന്റെ ശുശ്രൂഷക്കാരൻ
ഞങ്ങളുടെ സഹോദരമായ നിന്റെ പ്രവർത്തനത്തെ സംസ്കാര സൃഷ്ടിയിലേക്ക് നിന്റെ ആവശ്യമായ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നോക്കിയോടെ ലഭ്യങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ രക്തത്താൽ കള്ള ഉപദേഷ്ടാക്കളുടെ ചതിപ്രയോഗത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിലും ഉത്സാഹമുള്ളവരായിരുന്നു. ജീവന്റെ വഴിയിലൂടെ അതിനെ നടത്തിക്കൊണ്ടുപോകുവാനും നാശവഴിയിൽ വിരഞ്ഞോടുന്ന അനേകർക്ക് നിന്റെ രക്ഷയുടെ സുവിശേഷത്തെ സ്നേഹപൂർവ്വം സുവിശേഷിക്കുവാനും ഞങ്ങളെയും നിന്റെ തിരുസഭയിലെ എല്ലാ ശുശ്രൂഷക്കാരെയും ജാഗ്രതയും വിശ്വസ്തയുമുള്ളവരാക്കി തീർക്കണമേ. ജയം പ്രാപിച്ചവരുടെ സ്വർഗീയ സഭയിലെ ശുശ്രൂഷാ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളാരും ഇതരന്മാരായി കാണപ്പെടരുതേ. നിന്റെ കരുണയാൽ ഞങ്ങളെ കടാക്ഷിച്ച് നിന്റെ മഹാശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പൂർണ്ണതയുള്ളതും പരിപൂർണതയുള്ളതുമായ യാഗങ്ങളെ അവന്റെ ആയുസ്സല്ലവൻ പ്രത്യാശിച്ചിരുന്ന മഹത്വത്തിന്റെ കിരീടം അവനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭരണക്കാരൻ അവസാനമായി മർവാഹിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശ്രീവായുധമെങ്ങൾ
ഉയരത്തിലേക്ക് ചിറകുകൾ വിരിച്ചിരിക്കുന്ന പ്രിയ സഹോദര, അത്യുന്നതന്റെ ചിറകൻ കീഴിൽ നിന്നെ കാത്തിരിക്കുന്നു. മേലുള്ള ഒരു ശ്ലേമിന്റെ വാതിലുകൾ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. നീ പ്രവേശിച്ച് മിശിഹായുടെ സിംഹാസനത്തിന് മുൻപാകെ വന്ദിക്കും. ദാവിനസ്തുതിയും പുത്രനും വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് പുകഴ്ചയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്തു അനുഭവിച്ചിടുന്നു സ്വന്തമേ എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. മ്ലേച്ഛമായ എട്ടുകാലികളും അവയ്ക്കുള്ളിൽ വല കെട്ടിയിരുന്നു.
യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങൾ വാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ത്രിയേക ദൈവം ബലഹീനതലും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവിന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഇതുവരെ ശാന്തമായിട്ട് ഈ സർവീസിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ലഘു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ പാരിഷ് ഹാളിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പ്രത്യേകിച്ച് അർപ്പിക്കുന്ന അച്ഛന്മാർ.